ഹലോ ഗൈസ്, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. ചില ആൾക്കാരുണ്ട്, വലിയ പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മട്ടും ഭാവം എല്ലാം മാറിപ്പോകും. പിന്നെ ഞാനാണ് വലിയവൻ, വേറൊരാളും എൻ്റെ പിന്നിലില്ല, എൻ്റെ മുന്നിലില്ല, അവരെക്കാളും വലിയവനാണ് ഞാനെന്നുള്ളൊരു അഹങ്കാരം. ആ അഹങ്കാരം ഒരു ദിവസം ദൈവം താഴോട്ടിടും. മേലെ എത്ര ടോപ്പിലാണെങ്കിലും ആ ഒരു ദിവസം താഴോട്ട് വരും. താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതുണ്ടാവുക അവസ്ഥ, ആ ആളെ ഒരാളും മൈൻഡ് ചെയ്യില്ല. അത് എത്ര വലിയവനായാലും, വലിയ കോടീശ്വരനായിക്കോട്ടെ, ചെറിയൊരു കാരണത്താൽ ആ ആൾ താഴോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാളും ആ ആൾ തിരിഞ്ഞു നോക്കില്ല, പുച്ഛിച്ചേ ഉണ്ടാവുള്ളൂ. അതുപോലത്തെ ഒരു വ്യക്തിയെ 2 ദിവസം മുന്നേ ഒരു വീഡിയോയിൽ കാണാനായിട്ടിടയായി. ആ പാവം ഒരുപാട് പ്രതീക്ഷയോടെ വന്നിരുന്നായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചുകൊണ്ട് ആരോടും ഒരു പരിഭവം പറയാതെ തിരിച്ചു പോകുന്ന വീഡിയോ ആണ് കാണാനിടയായത്. എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ. ആര്യയുടെ ഭരണത്തോടെ ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാവിക്കൊടി പാറിയതോടെ നിയമസഭയിലേക്ക് പേര് പോലും പരിഗണിക്കില്ല. അങ്ങനെ ഒതുങ്ങിപ്പോയ മുൻ മേയറെ ഇന്നലെ പൂജപ്പുരയിലെ പൊതുയോഗ മൈതാനത്ത് കണ്ടു. സ്ഥാനാർത്ഥി വരും മുമ്പേ സ്ഥലത്തെത്തി. ഉദ്ഘാടനം വന്നപ്പോഴേക്കും കാഴ്ചക്കാരിയായി മൈതാനത്തെ ഒരു കോണിലേക്ക് മാറി. മുന്നണിയിലെ പ്രധാന നേതാക്കളൊക്കെ വേദിയിലെത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മുൻ മേയർ അപ്പോഴും കസേരയിൽ പോലും ഇരിക്കാതെ ഒരു മൂലയിൽ തന്നെ. ചിലർ വന്ന് സൗഹൃദം പങ്കുവെച്ചു, ചിലർ ആര്യയുടെ കുഞ്ഞിനെ കൽപ്പിച്ച് കടന്നുപോയി. MA ബേബിയുടെ പ്രസംഗം 1.5 മണിക്കൂറും പിന്നിട്ട് തുടർന്നതോടെ നേരം ഇരുട്ടി തുടങ്ങി. മടുക്കാതെ മുൻ മേയർ അവിടെ തന്നെ നിന്നു. ഒടുവിൽ പ്രസംഗം കഴിഞ്ഞു. എല്ലാവരും ചേർന്ന് നിയമം പ്രകടന പത്രിക പുറത്തിറക്കി. അതും കാഴ്ചക്കാരിയായി നിന്ന് കണ്ട മുൻ മേയർ MA ബേബിയും ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങും മുമ്പ് തന്നെ തിരികെ നടത്തി.